കലണ്ടർ ഗസ്സിങ് സംബന്ധിച്ച് ഒരു വീഡിയോ ആണ് ഞാനിപ്പം ചെയ്യുന്നത്. ആദ്യമേ പറയുകയാണ്. അതായത് കേരള ലോട്ടറിയായിട്ട് എന്താ വേണ്ടത്, യാതൊരു ബന്ധവുമില്ല ഈ കലണ്ടർ ഗസ്സിങ്ങിന്. ഇത് 100% മാത്രമേ ഉള്ളൂ എന്താ പറയണ്ടത്, പ്രൈസ് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, കേരള ലോട്ടറിയായിട്ട് ഈ കലണ്ടർ ഗസ്സിങ്ങിന് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. പിന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ് അതുപോലുള്ള ഗ്രൂപ്പുകൾ വഴി എന്താ പറയണ്ടേ, പിന്നെ ഈ കലണ്ടർ ഗസ്സിങ് ഉണ്ട്. ഈ കലണ്ടർ ഗസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്താ വേണ്ട, അതിനകത്തുനിന്ന് വല്ലവർക്കും വല്ലതും കിട്ടിയെന്ന് പറയാം. അല്ലാതെ കൂടുതലും എന്താണ് പ്രൈസ് കിട്ടുന്നില്ല ആൾക്കാർക്ക്. പിന്നെ ഒന്നാമത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലണ്ടർ ഗസ്സിങ് ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് എന്താ വേണ്ട, ഡയറക്റ്റ് നമ്പറുകൾ വളരെ ചുരുക്കമാണ് വീഴുന്നത്. മനസ്സിലായോ? ഡയറക്റ്റ് വീഴാനായിട്ട് സാധ്യത തീരെ കുറവാണ്. പിന്നെ യാദൃശ്ചികമായിട്ട് വീണാൽ മാത്രം ഡയറക്റ്റ് വന്നെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പം ഈ കലണ്ടർ ഗസ്സിങ് നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് 19 ഡേറ്റ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഗസ്സിങ് ഇട്ടതാണ്. അപ്പം 19 ഡേറ്റ്, അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങൾ മനസ്സിലായോ? അതായത് 19 കഴിഞ്ഞ് 20 അപ്പോൾ 20 കൂടെ നമ്മൾ എഴുതുക. അങ്ങനെ 19, 20 എന്നും പറഞ്ഞൊരു 4 അക്കം കിട്ടി. ഈ നമ്പർ നേരിട്ട് വന്നാലും നമുക്ക് എടുക്കാം. മനസ്സിലായോ? അപ്പം ഇത് എടുക്കുമ്പോഴത്തേന് എന്താ പറയണ്ടേ, മാക്സിമം ഒരു 2 ടിക്കറ്റ് അതിൽ കൂടുതൽ എടുത്ത് പരീക്ഷിക്കുകയോ ചെയ്യരുത്. ഇത് കൂടുതലും റൊട്ടേഷനാണ് സംഭവിക്കുന്നത്. ആ റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 90, 12, അതായത് 90, 12 ഇങ്ങനെയാണ് റൊട്ടേഷൻ സംഭവിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 90, 21. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 90. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 12, 09. പിന്നെ ഏറ്റവും ലാസ്റ്റ് റൊട്ടേഷൻ വരാനായിട്ട് സാധ്യതയുള്ളത് 92, 01. 92, 01 ഇങ്ങനെയാണ് വരാനായിട്ട് സാധ്യത. അതാത് ദിവസത്തെ ഡേറ്റും അതിൻ്റെ ഇനിയും വരാനായിട്ടുള്ള അപ്പുറത്തെ ഡേറ്റും കൂടെ കൂട്ടി വേണം നമ്മൾ കണക്ക് കൂട്ടാനായിട്ട്. അപ്പം ഇത് പിന്നെ കഴിഞ്ഞ ദിവസം കണക്ക് കൂട്ടിയപ്പോഴത്തേന് 90, 21 5000 രൂപ അതിനകത്ത് വീണിട്ടുണ്ട്, പ്രൈസ് വീണിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് 20 ആണെങ്കിൽ നമ്മളെന്താ പറയണ്ടേ, 20, 21. മനസ്സിലായോ? അപ്പം 20, 21 അങ്ങനെ ഒരു സംഖ്യ കിട്ടും. അത് ഈ ഒരു രീതി കാണിച്ചു തന്നിരിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് വേണം നിങ്ങൾ ഒരു 2-3 ദിവസം പരീക്ഷിക്കണം. പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഈ കലണ്ടർ ഗസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, പിന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൈസ് നമുക്ക് കിട്ടാനായിട്ട് വളരെ പാടാണ്. മനസ്സിലായോ? ചുരുക്കം ആൾക്കാർക്ക് എങ്ങാനും കിട്ടിയെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, എടുക്കുന്ന ആടെ പൈസ പോകുന്ന ഒരു സംഭവമാണ് ഈ കലണ്ടർ ഗസ്സിങ് എന്ന് പറയുന്നത്. അത് ഒത്തു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പും പോലുള്ളതിനകത്ത് ആൾക്കാർ കലണ്ടർ ഗസ്സിങ് അപ്പടിപ്പിടിയൊക്കെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഈ നമ്പറുകൾ എന്താ പറയണ്ടേ, നമ്മൾ കൺഫേം ചെയ്യേണ്ടത് എന്താ പറയണ്ടേ, പിന്നെ റിസൾട്ട് വന്നതിന് ശേഷമല്ല, അതിന് മുമ്പ് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പം ഒരു 10 നമ്പർ പ്രഡിക്ഷൻ ചെയ്യുക. ആ 10 നമ്പർ പ്രഡിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നമ്പറെങ്കിലും ഡയറക്റ്റ് വീണിരിക്കണം. അപ്പോഴാണ് എന്താ പറയണ്ടേ, ഏതൊരു സംഭവമെന്ന് പറഞ്ഞാൽ അതിന് വിജയമുള്ളൂ. മനസ്സിലായോ? നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പം പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയണ്ടേ, ഇപ്പം കാണിക്കുക ഇന്ന നമ്പർ ഇങ്ങനെ വന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നു എന്നൊന്നും പറഞ്ഞാൽ അതെന്താ പറയണ്ടേ, ശരിക്കും ഒരു ഫ്ലോപ്പാണത്. മനസ്സിലായോ? ഞാനിപ്പം ഗസ് ചെയ്യുന്നു. ഞാൻ ഗസ് ചെയ്യുമ്പോഴത്തേന് പിന്നെ ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗസ്സിങ് ഇടുന്നതാണോ നല്ലത്, അതോ റിസൾട്ടിന് മുമ്പ് ഞാൻ ഗസ്സിങ് ഇടുന്നതാണോ നല്ലത്? സ്വയം മനുഷ്യർ ചിന്തിക്കുക. അപ്പം ഇതുപോലുള്ള എന്താ പറയണ്ടേ, പിന്നെ ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള അതിനകത്ത് കലണ്ടർ ഗസ്സിങ് അതുപോലുള്ള സംഭവത്തിനകത്ത് പോയി മനുഷ്യർ അകപ്പെടാതിരിക്കുക. വഞ്ചിതരാകത്തേ ഉള്ളൂ. മനസ്സിലായോ? കയ്യിരിക്കുന്ന പൈസ പോകത്തേ ഉള്ളൂ. അപ്പം
ഈ കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ട്, ഒരാഴ്ച നിങ്ങൾ യൂസ് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞാലും എന്തുണ്ട്, പ്രൈസ് കിട്ടാത്ത ഒരാൾക്ക് പോലും പ്രൈസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഈ ഒരു രീതി ചെറിയ പ്രൈസാണെന്ന് പറഞ്ഞാലും വരാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ വാച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം പിന്നെ എല്ലാ ആൾക്കാരും എന്താ വേണ്ടത്, ഈ ഒരു രീതി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ വേണ്ടത്, ഈ പിന്നെ കലണ്ടർ ഗസ്സിങ് പലരും എന്താ വേണ്ടത്, പല രീതിയിലുള്ള പല മെത്തേഡുകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ മെത്തേഡുകളൊക്കെ എന്താ വേണ്ടത്, മൊത്തം ഒഴിവാക്കുക. മനസ്സിലായോ? കഴിവതും എന്താ വേണ്ടത്, ആ മെത്തേഡുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു രീതി മാത്രം നിങ്ങൾ നോക്കുക. ഈ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ മെത്തേഡും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കണ്ടെത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പോൾ എന്താ വേണ്ടത്, ഒരു 10 നമ്പർ നമ്മൾ എന്താ വേണ്ടത് പ്രഡിക്ഷൻ ചെയ്യുക. ഈ 10 നമ്പറിനകത്തു നിന്നും എന്താ പറയണ്ടത്, ഈ പിന്നെ ഈ പ്രഡിക്ഷൻ ചെയ്ത നമ്പർ ഏതടിക്കുമെന്ന് എന്താ പറയണ്ടത്, പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്താ വേണ്ടത് കഴിവതും അറിയത്തില്ല. മനസ്സിലായോ? അപ്പോൾ അടിക്കാത്ത നമ്പറുകളായിരിക്കും പോയി എടുക്കുന്നത്, അടിക്കുന്ന നമ്പരോട്ട് എടുക്കത്തുമില്ല. അപ്പം ഈ ഒരു രീതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, പലർക്കും എന്താണ് ഈ തിരിവ് നമ്പറുകൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ചിലപ്പം 2-3 തിരിവുകളൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്താ പറയണ്ടത്, ഇപ്പോൾ 90-12 കിട്ടുകയാണെങ്കിൽ 90-21 കൂടെ എടുക്കുക. മനസ്സിലായോ? ആ ഒരു രീതിക്ക് വേണം എടുക്കാനായിട്ട്. ചിലയിടത്ത് ഒരു ബ്ലോക്ക് ത്രൂ കാണും. അപ്പോൾ ആ ത്രൂ കാണുമ്പോഴത്തേന് 12-90-12-09 ആണെങ്കിൽ എന്താ വേണ്ടത്, ഈ 2 നമ്പറും എടുക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്താ വേണ്ടത് യൂസ് ചെയ്യാം. ഇത് എന്താ പറയണ്ടത്, ഞാനത് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഈ കലണ്ടർ ഗസ്സിങ് എന്താ പറയണ്ടത്, നോക്കുന്നവർ മാത്രം ഈ ഒരു രീതി മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പം നാളെ ഇതുവരെ എന്താ പറയണ്ടത്, ഓരോ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നു എന്താണോ, ഇല്ലെങ്കിൽ എന്താ പറയണ്ടത്, പല രീതിയിലുള്ള പല മെത്തേഡുകളാണ് നമ്മൾ മനുഷ്യർ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇനിയും ഇങ്ങനെ കണക്ക് കൂട്ടുന്നതിനെക്കാട്ടിലും അല്ലാതെ തന്നെ എന്താ വേണ്ടത്, വേറെ ഒരു രീതിയിലുള്ള ഒരു മെത്തേഡും കൂടെ ഞാനിപ്പം കാണിച്ചു തരുന്നതായിരിക്കും. എളുപ്പ വഴിയാണ് നിങ്ങൾക്കിപ്പം കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ 19 ഡേറ്റാണ് ഉണ്ടല്ലോ, 19. ഞാൻ പിറ്റേ ദിവസത്തെ കൂടെ ഡേറ്റ് ഇട്ട് 19-20 19-20 ഭാഗം ഈ 62-69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പറാണ്. മനസ്സിലായോ? ഇതിട്ട് വേണം എന്താ പറയണ്ടത്, നമ്മൾ ഹരിക്കേണ്ടതും ഇതും കൊണ്ട് നമുക്ക് ഗുണിക്കുകയും ചെയ്യാം. അപ്പം 19-20 ഭാഗം 62-69 എന്ന് പറഞ്ഞ നമ്പരും കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത് 0.306 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് നേരെ സ്ട്രൈറ്റ് 0.306 കിട്ടിയാൽ നമുക്ക് എടുക്കാം. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ റൊട്ടേഷൻ നമ്മൾ മനസ്സിലാക്കിക്കണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ റൊട്ടേഷൻ. അതായത് 00, മനസ്സിലായോ? 0036, മനസ്സിലായോ? അപ്പം 0036, 0063, മനസ്സിലായോ? അതുപോലെ തന്നെ 6300, മനസ്സിലായോ? അപ്പം അങ്ങനെ വേണം 3600. അങ്ങനെ നമ്മൾ എന്താ പറയണ്ടേ, എഴുതിയിടണം. എഴുതിയിട്ടിട്ട് വേണം നമ്മൾ എന്താ വേണ്ടത്, ഇതിൻ്റെ റൊട്ടേഷൻ മനസ്സിലാക്കി നമ്മൾ എടുക്കാനായിട്ട്. മനസ്സിലായോ? അതാത് ദിവസം ഇന്നത്തെ ഡേറ്റ് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ അടുത്ത ദിവസത്തെ ഡേറ്റും കൂടെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താ വേണ്ടത്, ഇത് നമ്മൾ ഗുണിക്കുക 19-20 നമ്മൾ ഗുണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1203 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 1203 എന്നുള്ള സംഖ്യ നമുക്ക് സ്ട്രൈറ്റ് എടുക്കാം. ആ സ്ട്രൈറ്റ് എടുക്കുമ്പോൾ ബ്ലോക്ക് കിട്ടി. മനസ്സിലായോ? ആ ബ്ലോക്കിൻ്റെ കൂട്ടത്തിൽ എന്താ പറയണ്ടത്, നമ്മൾ
ആ നമ്പറിന് സപ്പോർട്ട് കൊടുക്കുക. മനസ്സിലായോ? 120204 സപ്പോർട്ട് കൊടുക്കുക. അപ്പം 1204 ഇന്നലെ 5000 വീണിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ കലണ്ടർ ഗസ്സിങ്. നമുക്ക് മൊബൈൽ വഴി നോക്കാനായിട്ട് നമ്മൾ ഹരിച്ചും നോക്കാം, ഗുണിച്ചും നോക്കാവുന്നത്. അല്ലാത്തവർ നമുക്ക് കലണ്ടർ ഗസ്സിങ് എഴുതുന്നവർക്കാണ് അല്ലാതെ ഞാൻ ബുക്കെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഈ 62 69 കൊണ്ടാണ് നമ്മൾ ഹരിക്കുകയും അതുപോലെ തന്നെ ഗുണിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല, നേരിട്ട് ബ്ലോക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, കമൻറ്റ് ഇടണം. പിന്നെ ഇനിയും കേരളയുടെ വീഡിയോ, കറക്റ്റായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും.